നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടില്ല റൈസാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ പാനിലേക്ക് ഒരു ബട്ടറും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിൽ മാത്രമായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒക്കെ വളരെ കുറച്ച് മതി. പിന്നെ ഒരു 2 സവാള, ചെറിയ സവാള ആയിരുന്നു, നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാടി വന്നാൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിലായിട്ട് ഞാൻ 2 ഏലക്കായ, അതേപോലെ തന്നെ ഒരു ഗ്രാമ്പും ഒരു പട്ടയുടെ പീസും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 മുട്ടയുടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട്. നല്ല ഡ്രൈ ആവുന്ന വരെ ഞാൻ ചിക്കി എടുക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ സാധാ റൈസ്, ഏത് റൈസായാലും കുഴപ്പമില്ല, നമ്മൾ സാധാ കഴിക്കുന്ന ആ ഒരു ചോറാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയിലയും ഒരു നുള്ള പഞ്ചസാരയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു ടൈമിൽ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിട്ടിലെ മുട്ടച്ചോറ് ഇവിടെ റെഡിയാണ്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല റൈത്തയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, തൈരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കഴിച്ചാൽ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന. പിന്നെ ഇത് കഴിക്കുമ്പോൾ ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്